ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയുടെ അപ്രതീക്ഷിത വിരമിക്കൽ BCCI ആഞ്ഞടിക്കുകയാണെന്ന് മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കൈഫ്. ഈ ആഴ്ചയാണ് ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞയാഴ്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ അറിയിച്ചിരുന്നു. ഇംഗ്ലണ്ടുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പര അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് ഇന്ത്യൻ ബാറ്റിലെ നെടുംതൂണുകളായ രോഹിത്തും കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും പടിയിറങ്ങിയത്. ഇരുവരുടെയും അഭാവം ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്ന് വിലയിരുത്തപ്പെടുകയാണ്. പ്രമുഖ വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിക്കവേ വിരാട് കോഹ്ലിയുടെ വിരമിക്കലിന് BCCIയാണ് മുഹമ്മദ് കൈഫ് കുറ്റപ്പെടുത്തിയത്. BCCIയുടെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ കോഹ്ലിക്ക് ലഭിച്ചില്ലെന്നും ഈ കാരണത്താൽ അദ്ദേഹത്തിന് കളി നിർത്തേണ്ടി വന്നതാണെന്നും കൈഫിന്റെ നിരീക്ഷണം. ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർന്നു കളിക്കാൻ വിരാട് കോഹ്ലിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ഞാൻ കരുതുന്നു. BCCIയുമായി ചില ആഭ്യന്തര ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവാം. കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ചും സെലക്ടർമാർ ചൂണ്ടിക്കാണിച്ചു കാണും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥാനം ഇനി കാണില്ലെന്നും വിരാട്ടിനോട് അവർ പറഞ്ഞിട്ടുണ്ടാവാം. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അണിയറയിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാവും പിന്നിൽ നടന്നിരിക്കുക എന്നും നമുക്ക് ഊഹിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ശക്തമായൊരു തിരിച്ചുവരവ് നടത്താൻ വിരാട് കോഹ്ലി അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവും മുഹമ്മദ് കൈഫ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ വർഷം ആദ്യം രഞ്ജി ട്രോഫി ഡൽഹിക്ക് വേണ്ടി കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനമാണ് തെളിവായി കൈഫ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ അവസാന നിമിഷമാണ് താനും കളിക്കുമെന്ന തീരുമാനം വിരാട് കോഹ്ലി എടുത്തത്. വരാനിരിക്കുന്ന ടെസ്റ്റുകളിലേക്കും ഇന്ത്യൻ ടീമിലേക്കും മടങ്ങിയെത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് ഇടയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ വിരാട്ടിന്റെ വിരമിക്കലിന് കാരണമായി എന്ന് എനിക്ക് തോന്നി. BCCI, സെലക്ടർമാർ എന്നിവരിൽ നിന്നെല്ലാം തനിക്ക് പിന്തുണ ലഭിക്കുമെന്നാവും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്നാൽ വിരാട് ആഗ്രഹിച്ചതുപോലെയൊന്നും പിന്തുണ ലഭിച്ചു കാണില്ല എന്നും കൈഫ് വിശദീകരിച്ചു. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന 5 മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് വിരാട് കോഹ്ലി കളിച്ചത്. ഈ പരമ്പരയിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയപ്പോഴെല്ലാം ധൃതി പിടിച്ച് അദ്ദേഹം റൺ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തനിക്ക് തോന്നിയെന്നും മുഹമ്മദ് കൈഫ് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ താൻ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെന്നും ഒരുപക്ഷെ വിരാട് കോഹ്ലിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കടുപ്പമേറിയ ഒരു സെഞ്ചുറി നേടിയതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം കരുതി കാണും. മുമ്പ് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിരുന്നപ്പോഴെല്ലാം മറ്റൊരു തലത്തിലുള്ള ക്ഷമയും ഏകാഗ്രതയും വിരാട് കാണിച്ചിരുന്നു. ഷോട്ടുകൾ കളിക്കാതെ ബോളുകൾ ലീവ് ചെയ്തും കൂടുതൽ സമയം ബൗളർമാരെ കുഴക്കിയുമെല്ലാമാണ് അദ്ദേഹം റൺസ് സ്കോർ ചെയ്തത്. പക്ഷേ ഇത്തവണ ഓസ്ട്രേലിയയിൽ ഇതൊന്നും വിരാടിന് പിന്നിൽ കണ്ടില്ല. തനിക്ക് റണ്ണെടുത്തേ തീരുവെന്ന ധൃതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തതെന്ന് കൈഫ് വിശദമാക്കി.